സുഖങ്ങളെ ത്യജിച്ചിടും ഞാൻ, സ്നേഹനാഥനെ അനുഗമിക്കും. ലോകസുഖങ്ങളെ ത്യജിച്ചിടും ഞാൻ, സ്നേഹനാഥനെ അനുഗമിക്കും. നിന്ദകൾ സഹിച്ചും ജീവനെ പകച്ചും പൊരുതുമെന്നായുസ്സല്ല. 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 എത്ര നല്ലവനേശുപരൻ, മിത്രമാണെനിക്കെന്നുമവൻ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് യോനയുടെ പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായിരിക്കുന്ന നാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. നാം പഠിച്ചു വരുന്ന യോനാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം ഞാൻ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കണമേ. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാം എന്ന് ഇച്ഛിച്ചു. യോന ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോന ആഗ്രഹിക്കുകയാണ്, എനിക്കൊന്ന് മരിച്ചാൽ മതി. എന്താണതിന് കാരണം? അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വെയിൽ യോനയുടെ തലയിൽ കൊണ്ടു എന്നാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ ആദ്യ ഭാഗമാണ് നാം ചിന്തിച്ചത്. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ളൊരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. അപ്പോൾ ഒരു വലിയ കാറ്റ് വന്നു. അത് അത്യുഷ്ണമുള്ള ഒരു കാറ്റാണ്, അതിഭയങ്കരമായ ചൂടിൻ്റെ ഒരു കാറ്റ്. രണ്ടാമത് അവിടെ വായിക്കുന്നത് വെയിലും അതിനോടൊപ്പം വന്നു. അപ്പോൾ ഒരു വശത്ത് വെയിൽ, മറുവശത്ത് അത്യുഷ്ണമുള്ള കിഴക്കൻ കാറ്റ്. ഇത് രണ്ടും കൂടി വന്നു കഴിഞ്ഞപ്പോൾ യോനയ്ക്ക് അത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായി. എന്നാൽ അവിടെ ഒരു കാര്യം ചേർത്ത് വച്ചിരിക്കുന്നു, ആ ചൂട് യോനയുടെ തലയിൽ കൊണ്ടു എന്ന. അപ്പോൾ ചൂട് കാറ്റും സൂര്യൻ്റെ അതിഭയങ്കരമായ ചൂടും. ഇപ്പം യോനയാകെ വളരെ കഷ്ടത്തിലാണ്. അത് യോനയുടെ തലയിൽ ആ ചൂടങ്ങ് അടിച്ചു കഴിഞ്ഞപ്പോൾ താങ്ങാൻ കഴിയാത്ത വിധം യോന വളരെ ക്ഷീണിതനായി, പ്രതിസന്ധിയിലായി, കഷ്ടത്തിലായി. യോന നിലവിളിക്കുകയാണ്, യോന പറയുകയാണ്, എനിക്കൊരാഗ്രഹമുണ്ട്, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. നോക്കണേ, യോനയ്ക്ക് ഇവിടെ ഈ ചൂടടിച്ച് ഈ പ്രതിസന്ധിയിൽ ഇവിടെ ജീവിക്കേണ്ട ഒരു കാര്യവുമില്ല. യോന വെറുതെ കഷ്ടത അനുഭവിക്കുകയാണ്. നമ്മൾ നാട്ടുഭാഷയെ പറയാറുണ്ട്, നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന്. ഇപ്പം യോന വെറുതെ ഇവിടെ ചൂടടിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ലോകമെമ്പാടും അത്യുഷ്ണമായ ഒരനുഭവത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇതുവരെയും കാണാത്ത വിധത്തിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ജനത്തിന് ബോധ്യമാകും ഈ ചൂടിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന്. പുറത്തിറങ്ങാൻ കഴിയാതെ കേരളത്തിലെ ആളുകൾ ഭാരപ്പെടുകയാണ്. പണ്ട് നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലുമൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ചൂട് ഇന്ന് കേരളത്തിൽ അനുഭവപ്പെടുന്നു. ആ മുകളിൽ നിന്നുള്ള ചൂടും ചൂട് കാറ്റും കൂടി ആകുമ്പോഴുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് പെട്ടെന്ന് ഈ നാളുകളിൽ ഈ ചൂടിൻ്റെ ആ അനുഭവം മനസ്സിലാവും. എന്നാൽ യോനയെ സംബന്ധിച്ച് യോനയ്ക്ക് ഇതിൻ്റെ ഒരാവശ്യവുമില്ല. എന്താ കാരണം? യോന വെറുതെ അങ്ങ് അനുഭവിക്കുക. ഇത് ആവശ്യമില്ലാത്തൊരു കാര്യമായിപ്പോയി യോനയെ സംബന്ധിച്ച്. ദൈവം യോനെ അവിടെ അയച്ചു, നീ ചെല്ലണം, പ്രസംഗിക്കണം. പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു പോകണം. തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു.
പിന്നെ നിനവേക്ക് എന്ത് സംഭവിക്കും? ഇന്നല്ലെങ്കിൽ നാളെ അവർ വീണ്ടും പാപം ചെയ്യുമ്പോൾ ദൈവം അവരെ ശിക്ഷിക്കും. ആ ശിക്ഷിക്കുന്നത് എനിക്ക് കാണണം. അത് കണ്ടിട്ട് വേണം എനിക്ക് സന്തോഷത്തോടെ മടങ്ങിപ്പോകാൻ എന്ന് ചിന്തിക്കേണ്ട കാര്യം യോനയ്ക്കില്ല. യോനയുടെ ഡ്യൂട്ടി കഴിഞ്ഞു, തൻ്റെ ശുശ്രൂഷ കഴിഞ്ഞു, മടങ്ങിപ്പോയാൽ മതി. ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത്, കർത്താവേ ദൈവമേ, നീ ഒരു വലിയ മാനസാന്തരം എന്നിലൂടെ നടത്തിയല്ലോ, അത് പ്രസംഗിക്കാൻ എനിക്ക് സാവകാശം ലഭിച്ചല്ലോ, സ്തോത്രം എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയാൽ മതി. അപ്പം യോനയ്ക്ക് അവിടെ കുത്തിയിരുന്ന് ഇതൊന്ന് കണ്ടേ മതിയാവും. ദൈവം വിചാരിച്ച് ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇവനെ ചിലത് പഠിപ്പിക്കണം. ആ പാഠമാണ് ഈ ചൂട്. ആ പാഠമാണ് ഈ ചൂട്. എന്താണ് ദൈവം പഠിപ്പിക്കുന്നത്? ഈ ചൂടിൻ്റെ അനുഭവം യോനയുടെ തലമേൽ വരുമ്പോഴാണ് മറ്റൊരു ഭയങ്കരമായിരിക്കുന്ന ചൂട്, ഒരു തീയുടെ അനുഭവം നിനവേലെ ജനം അനുഭവിക്കേണ്ടതായിരുന്നു. എന്നാൽ ദൈവം അവരെ അതിൽ നിന്നാണ് രക്ഷിച്ചതെന്ന് ബോധ്യമാവുകയും. അതെന്താ? നിങ്ങളുള്ളവരെ, വിശുദ്ധ വേദപുസ്തകം നമ്മെ ഒരു സ്വർഗത്തെക്കുറിച്ചും ഒരു നരകത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്വർഗം ദൈവത്തിൻ്റെ സ്ഥലമാണ്, ദൈവം വസിക്കുന്ന ഇടം. ഇനി സ്വർഗത്തിലേക്ക് പോകുന്നവർ, അവരെ സംബന്ധിച്ചും വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. അത് ദൈവം ആര് തന്നിൽ വിശ്വസിക്കുന്നുവോ അവരെ ചേർക്കുന്ന ഇടമാണ്. അവിടെ ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസങ്ങളില്ല, ധനവ്യത്യാസമില്ല, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും വ്യത്യാസമില്ല. പിന്നെയോ ആര് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ തൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എന്ന് വിശ്വസിച്ച് ഈ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ അവർക്ക് വേണ്ടിയാണ് ദൈവം സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നത്. എന്നാൽ ഒരു ഭയങ്കര ചൂട്, നരകം മറ്റൊരു സ്ഥലത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുക. അത് പിശാചിനും അവൻ്റെ സേനയ്ക്കും വേണ്ടി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ പിശാചിൻ്റെ പ്രവൃത്തി ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അവൻ്റെ ഒടുവിൽ അവൻ ചെന്ന് വീഴുന്നത് ഈ നിത്യമായ നരകത്തിലാണ്. വേദപുസ്തകം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു: പാപി നിത്യശിക്ഷയ്ക്ക് പാത്രമായിത്തീരും. അപ്പോൾ ദൈവം നരകം വച്ചിരിക്കുന്നത് പാപിക്ക് വേണ്ടിയാണ്. ഇനി ആരാണ് പാപി? സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു സങ്കീർത്തനത്തിൽ: പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പോൾ ഒരു കുഞ്ഞ് ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത് പാപത്തിലാണ്, ജനിച്ചു വീഴുന്നത് പാപത്തിലാണ്, വളരുന്നത് പാപത്തിലും പാപസ്വഭാവത്തിലും പാപം ചെയ്തും കൊണ്ടുവാൻ ഒടുവിൽ മരണം വരെയും ആ പാപം അവൻ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒടുവിൽ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാതെ ഒരു പാപിയായി, അർത്ഥാത് മഹാപാപിയായി, ചെയ്തു കൂട്ടിയ സകല പാപങ്ങളുടെയും ഭാരം പേറിക്കൊണ്ട് തന്നെ അവൻ മരിക്കും. മരിച്ചു കഴിയുമ്പോൾ ഇബ്രാഹിം ലേഖന കർത്താവ് പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും. അപ്പം അങ്ങനെ ആ മരണം അവനെ വലിയൊരു ന്യായവിധിയിലേക്ക് കൊണ്ടുപോകും. അതെന്ത് ന്യായവിധിയാ? ലോകത്തിൽ മരണത്തിന് മുമ്പാണ് ന്യായവിധിയെങ്കിൽ ദൈവം മരണത്തിന് ശേഷമാണ് ന്യായവിധി വച്ചിരിക്കുന്നത്. അത് ശരീരത്തിലല്ല, പിന്നെയോ അവൻ്റെ ആത്മാവിനെയാണ് ന്യായം വിധിക്കുന്നത്. ആത്മാവിനെ ന്യായം വിധിച്ച് നിത്യമായ നരകത്തിലേക്ക് തള്ളും. ആ നരകമാണ് കെടാത്ത തീയും ചാകാത്ത പുഴുമുള്ള ഭയങ്കരമായ എരി നരകം. അവിടെ വീഴുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ പാപിക്ക് ദൈവം നിത്യമായ നരകം നൽകും. അപ്പം ആ നരകത്തിലേക്കാണ് ഓരോ മനുഷ്യനും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ രക്ഷപ്പെടാനൊരു മാർഗം, അതാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു എന്തിന് ലോകത്തിൽ മനുഷ്യനായിട്ട് വന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യനെ അവൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് നിത്യജീവനെ നൽകുവാൻ, അർത്ഥാത് നിത്യമായ സ്വർഗം അവന് ദാനം ചെയ്യേണ്ടതിനായിട്ടാണ്. ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് നിത്യജീവനെ ലഭിക്കും. ഇവിടെ
യോനയെക്കുറിച്ചാണല്ലോ നാം പഠിച്ചത്. പ്രിയമുള്ളവരെ, യോനയെ ദൈവം ഈ ചൂടിലൂടെ ആ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയാണ്. നിനവയിലെ ജനം നിത്യമായി നരകത്തിലേക്ക് പോകേണ്ടുന്നവരായിരുന്നു. എന്നാൽ ദൈവം തൻ്റെ മഹാകരുണയാൽ നിനവയിലെ ജനത്തെ വീണ്ടെടുത്തിരിക്കുകയാൽ യോനയെ നീ പിന്നെ എന്തിന് ഇവിടെ അവർക്ക് നാളെ ദൈവം ന്യായവിധി കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ കുത്തിയിരിക്കേണ്ട ആവശ്യമെന്ത്? അത് നിന്റെ പണിയല്ല, നീ ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല എന്ന് ദൈവം അവനെ ഓർപ്പിക്കേണ്ടതിനായിട്ട് അതിഭയങ്കരമായൊരു ചൂട് അവൻ്റെ തലയിലേക്ക് ദൈവം വിടുകയാണ്. പ്രിയമുള്ളവരെ, നാം മറ്റുള്ളവരെ ഓർത്ത് ഭാരപ്പെടണ്ട. ദൈവം ആരെ എങ്ങനെ ആക്കണമെന്ന് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവം അത് ചെയ്യും. അനവധി ആളുകളും അവനെന്ത് സംഭവിക്കും, ആ കുടുംബത്തിനെന്ത് സംഭവിക്കും, ആ ഭാരത്തിലും ചിന്തയിലുമാണ്. അങ്ങനെയല്ല. മറ്റൊരുത്തിൻ്റെ കാര്യം ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. മറ്റൊരുത്തിനെ ന്യായം വിധിക്കാൻ എന്നെയും താങ്കളെയും ദൈവം അധികാരപ്പെടുത്തിയിട്ടുമില്ല. ദൈവത്തിൻ്റെ കാര്യപരിപാടിയെ ചോദ്യം ചെയ്യുവാനും നമ്മൾക്കാർക്കും അവകാശവുമില്ല. പിന്നെയോ മറ്റുള്ളവരുടെ നന്മയോർത്ത് പ്രാർത്ഥിക്കാൻ മാത്രമാണ് നമുക്ക് അവകാശമുള്ളൂ. പ്രിയ ദൈവജനമേ, ഈ ദിവസങ്ങളിൽ അനേകരുടെ നന്മയോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് എന്ത് ഭവിക്കും എന്നോർത്ത് ഭാരപ്പെടുകയല്ല, അവർക്ക് വരാനിരിക്കുന്ന ശിക്ഷയിൽ നിന്ന് ദൈവമേ വിടുതൽ കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ജീവിക്കാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നാം ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. യോനയുടെ അബദ്ധം, യോനയുടെ പാപം, യോനയുടെ ആ ദുഷ്ട സ്വഭാവം നമ്മുടെ ആരുടെയും ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിപ്പിൻ. അപ്പം ഞാനിത് പറഞ്ഞ് ഇങ്ങനെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നരകം ഭയങ്കരമാണ്. ആ ഭയങ്കര നരകത്തിലേക്ക് പോകാനിടവരാതെ